പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 13 പവൻ സ്വർണം കൊണ്ടുപോയ കള്ളനാര്? മോഷണമെന്നുറപ്പിച്ച് പോലീസ് എഫ്ഐആർ. മോഷണമല്ലെന്നും അബദ്ധത്തിൽ നഷ്ടപ്പെട്ടതെന്നും ജീവനക്കാർ. കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ പോലീസ്. സ്വർണം കിട്ടിയത് ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ട നിലയിൽ. വെടിനിർത്തലിന് ശേഷവും ഡ്രോൺ അയച്ച പാകിസ്ഥാനെ പ്രതിഷേധമറിയിക്കാൻ ഇന്ത്യ. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രകോപനമുണ്ടാക്കിയത് 10 ഇടങ്ങളിൽ. ജാഗ്രത തുടരുന്നു. അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തി ഇൻഡിഗോയും എയർ ഇന്ത്യയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ കിരീടാവകാശി സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും. ഗൾഫ് ഉച്ചകോടിയിലും പങ്കെടുക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഭാരവാഹികളും ഡൽഹിയിലേക്ക്. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച വൈകിട്ട് 4-ന്. തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കം പ്രധാന ചർച്ച. ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദന കാരണം ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കം. ഗതാഗത നിയമലംഘനത്തിന് പിഴയെന്ന് പറഞ്ഞ് പുതിയ സൈബർ തട്ടിപ്പ്. വാട്സപ്പിൽ പരിവാഹന്റെ അറിയിപ്പ് നൽകി അക്കൗണ്ട് കാലിയാക്കുന്ന തട്ടിപ്പുകാർ. പണം പോയത് നിരവധി പേർക്ക്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ADGP P. വിജയന്റെ പേരിൽ ഫേസ്ബുക്ക് പേജ് നിർമ്മിച്ചും തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടമായത് 50,000 രൂപ. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട്. IPL വീണ്ടും തുടങ്ങുന്നു. നിർത്തിവെച്ച IPL മത്സരങ്ങൾ ശനിയാഴ്ച മുതൽ. ആദ്യ ക്വാളിഫയർ 29-ാം തീയതി, ഫൈനൽ ജൂൺ 3-ന്. തീരുമാനം കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷം.